UDF നിയന്ത്രിക്കുന്ന വടകര കടത്തനാട്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 3 പ്രതികളെ കോടതിയിൽ വീണ്ടും ഹാജരാക്കി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 5 നിക്ഷേപകർ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഇവരെ പ്രതി ചേർക്കാൻ കോടതിയിൽ ഹർജി നൽകിയിരുന്നു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതിയുടെ അനുമതിയോടെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ പിന്നീട് സമർപ്പിക്കും. ഇതിനുശേഷമായിരിക്കും മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. കേസ് അന്വേഷിക്കുന്ന റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജേഷ് കുമാർ കോടതിയിൽ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചത്. കോൺഗ്രസ് നേതാവും മുൻ DCC സെക്രട്ടറിയുമായിരുന്ന TV സുധീഷ് കുമാർ, സംഘം സെക്രട്ടറി വെള്ളിക്കുളങ്ങര സ്വദേശിനി പ്രീന, മുഖ്യപ്രതി പേരാമ്പ്ര ചേനോളി സ്വദേശി റിനീഷ് എന്നിവരെയാണ് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തത്. നിക്ഷേപകരിൽ നിന്ന് 18% പലിശ വാഗ്ദാനം ചെയ്തു വാങ്ങിയ 100 പവനോളം സ്വർണം റിനീഷ് സ്വകാര്യ ബാങ്കിൽ പണയപ്പെടുത്തുകയും പിന്നീട് വടകരയിലെ ജ്വല്ലറിയിൽ വിൽക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സൊസൈറ്റിയുടെ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.